ഹലോ നമസ്കാരം. ഇന്നത്തെ ഒരു റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ബീൻസാണ്. ആദ്യം ബീൻസ് ഇട്ട് 1 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അടുത്ത് ചേർക്കാൻ പോകുന്നത് ഒരു പകുതി ക്യാരറ്റാണ്. വെജിറ്റബിളിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടു, അതൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു മീഡിയം സവാളയാണ്. മീഡിയം സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇടാൻ പോകുന്നത് ക്യാപ്സിക്കമാണ്. അതും ഒരു പകുതി ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പകുതി ക്യാപ്സിക്കം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇടാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. 1 ടേബിൾ സ്പൂണാണ്. അതും ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 2 കോഴിയുടെ മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ നമുക്കൊന്ന് ചിക്കി എടുക്കണം. ഇത് നന്നായി ചിക്കി എടുത്തതിന് ശേഷം ഇനി ഇടാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ ബ്രസ്റ്റ് ഞാൻ വേവിച്ച് കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. അത് ഇതിലേക്ക് ചെറുതായിട്ട് കൈകൊണ്ട് പിച്ചിയിട്ടതാണ്. അത് ഇതിലേക്കിട്ട് അത് മിക്സ് ചെയ്യുന്നു. ഇനി ഇടാൻ പോകുന്നത് ഞാനൊരു 90% വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. അത് ഇതിലേക്കിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസ് ഒഴിക്കാം. ഇനി ഇടാൻ പോകുന്ന സ്പ്രിംഗ് ഒണിയനാണ്. അതും കൂടെ ഇതിലേക്കിട്ട് ഇതിൻ്റെ ചൂട് കൊണ്ട് സ്പ്രിംഗ് ഒണിയൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് പറയുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.